നമസ്കാരം. നമ്മുടെ രതീഷ് ഉണ്ട തിരിച്ചു വരുമ്പോൾ ബിഗ് ബോസിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ രതീഷിനെ എന്തിനു തിരിച്ചു കൊണ്ടുവരുന്നത്, ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരുടെ റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. രതീഷ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഗുണം, രതീഷ് ആരെ ടാർഗറ്റ് ചെയ്യും, ആരുടെയൊക്കെ കൂടെ നിൽക്കും, നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. എന്തിനായിരിക്കും ഈ പറയുന്ന രതീഷിനെ കൊണ്ടുവരുന്നത്? അതായത് ബിഗ് ബോസിന്റെ മൈൻഡ് വെച്ച്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ചിന്ത വെച്ചിട്ട് നമുക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിന് കിട്ടുന്ന ഒരു ആൻസർ? എന്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. രതീഷിനെ ഇവിടെ ആദ്യം തിരിച്ചു കൊണ്ടുവരുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അതിനു മുമ്പ് മറ്റൊരു കാര്യം, രതീഷ് വന്നാൽ ആരെ കൂടെ കളിക്കും? രതീഷ് വന്നാൽ ഇവിടെ നമുക്ക് ഉറപ്പാണല്ലോ, അന്ന് അവർ രതീഷ് പോകുന്നതിന്റെ തലേദിവസം ഉണ്ടാക്കിയ ഒരു കോംബോ ഉണ്ട്, അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ഒരു കോംബോ ഉണ്ടാക്കി. അതായത് ജിൻഡോവുമായിട്ട് പിന്നീട് ചേർന്ന് കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു കോംബോ. അതിന് വെറും ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, രതീഷ് ഔട്ടാവുന്നു. മല്ലയ്യ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന മല്ലയ്യ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രതീഷ് തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ജിൻഡയുടെ കൂടെ നിൽക്കത്തുള്ളൂ. മെയിൻ ആയിട്ടുള്ള ജിൻഡയ്ക്ക് ഫാൻസ് ഉണ്ടെന്നും എല്ലാ കളികളെല്ലാം കണ്ടുവരുന്ന രതീഷാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജിൻഡയെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം ആര് കളിക്കത്തില്ല, ഈ പറയുന്ന രതീഷ് കളിക്കത്തില്ല. അപ്പോൾ ആർക്കാണ് അവിടെ ബലം കൂടുന്നത്? അവിടെ ജിൻഡോയ്ക്ക് ബലം കൂടുമെങ്കിലും ജിൻഡോ ഇപ്പൊ കളിച്ചുകൊണ്ടിരുന്ന ഒറ്റപ്പെടൽ ഗെയിമിന് അതൊരു തടസ്സമായിട്ട് വരും. മനസ്സിലായോ? ഇപ്പൊ ജിൻഡോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു മൂഡിലാണ് ഇപ്പൊ ആര് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ജിൻഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രതീഷ് വന്ന് കൂടുമ്പോൾ ഒറ്റപ്പെടൽ എന്ന് പറയാൻ ഇനി പറ്റത്തില്ല. അതായത് ഗബ്രിയും ജാസ്മിനെയും പോലെ അവർ രണ്ടും ഒത്തു കളിക്കുകയാണ്. അപ്പോൾ ജിൻഡയ്ക്ക് ബലം കൂടുമെങ്കിലും ആ ഒരു സ്ട്രെങ്ത്, ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, വോട്ട്, അതിന് കിട്ടാതെയാവും. പിന്നെ മറ്റൊരു കാരണം, ഈ രതീഷ് നിൽക്കും തോറും ഈ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതായത് ഇവർ രണ്ടുപേരും കോംബോ ആയിട്ട് നിൽക്കുമ്പോൾ, മനസ്സിലായോ, രണ്ടുപേരും ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാതെ തന്നെ ഈ പറയുന്ന ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഇതിനകത്തുണ്ട്. അടുത്ത ഇനി രതീഷ് ആരെ ഈ പറയുന്ന ടാർഗറ്റ് ചെയ്തു വെച്ചാൽ, രതീഷ് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന മറ്റാരെയും അല്ല, ജബ്രി കോംബോകളെയാണ്. ഇനി എന്തുകൊണ്ടാണ് ജബ്രി കോംബോകളെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് ഈ പറയുന്ന രതീഷിനെ ബിഗ് ബോസ് കൊണ്ടുവരുന്നത് എന്നുള്ളത്, ആർക്ക് വേണ്ടിയിട്ട്, ആരുടെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് രതീഷിനെ കൊണ്ടുവരുന്നത്? വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇവിടെ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സിബിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ആരെ കൊണ്ടുവരുന്നത്, ഈ പറയുന്ന രതീഷിനെ കൊണ്ടുവരുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം. സിബിൻ എന്താ ഇവിടെ ചെയ്തത്? സിബിൻ ചെയ്തത് ജിൻഡോയുടെ കൂടെ നിന്നുകൊണ്ട് ആർക്കെതിരെ കളിച്ചു? ഈ പറയുന്ന ജബ്രി കോംബോയ്ക്കെതിരെ കളിച്ചു. ഇവിടെ രതീഷും ചെയ്യാൻ പോകുന്ന അത് തന്നെയാണ്. ഇനി ജബ്രി കോംബോയ്ക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് എന്തിന് രതീഷിനെ കൊണ്ടുവരണം, എന്തിന് ജബ്രിക്കെതിരെയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ വേണമെന്ന്, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ വേണമെന്ന് എന്തുകൊണ്ട് ബിഗ് ബോസ് ചിന്തിക്കണം? അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് എന്തുകൊണ്ട് ഈ ജബ്രി അവിടെ കളിച്ചോട്ടെ, അവർക്ക് എതിരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എന്തിന് ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ടുവരണം, അതും ഈ പറയുന്ന രതീഷിനെ കൊണ്ടുവരണം? അതിനൊരു കാരണമുണ്ട്. കാര്യം നമ്മളിപ്പോ നമ്മുടെ TV തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ലൈവ് കാണുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന ജബ്രി കോംബോകളുടെ അഴിഞ്ഞാട്ടമാണ് അല്ലേ. അവർ ഒരു സൈഡിൽ നിന്ന് തൊള്ളുന്നു, തടവുന്നു, കടിക്കുന്നു, വലിക്കുന്നു, അവരുടെ സംഭവം അവർക്ക് കാണിക്കുള്ളൂ. അവരുടെ ഹോട്ട് കണ്ടന്റുകൾ മൊത്തം, അതായത് ഒരു എപ്പിസോഡിന്റെ ഭൂരിഭാഗവും എന്ത് ചെയ്യണം, ഈ പറയുന്ന ജബ്രി കോംബോകളുടെ കണ്ടന്റുകൾ മാത്രം കാണിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഏഷ്യാനെറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ ഒരു കണ്ടന്റ് കിട്ടുന്നില്ല. ഈ ജബ്രി കോംബോകളെ ഇവിടെ നിൽക്കുന്നവർ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്നില്ല. അവർക്ക് ടാർഗറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അവരെയും കൂടി കാണിക്കുന്നു. ഇപ്പൊ അവരെയും കൂടി കാണിക്കാൻ പറ്റുന്നു, അവർക്കൊരു സ്പേസ് കൊടുക്കാൻ പറ്റുന്നു. ഇപ്പൊ ഇവിടെ അവിടെയുള്ള വീട്ടുകാരിലുള്ള, അല്ലെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ജബ്രി കോംബോയെ അവർക്ക് അവരുടെ തോന്നിയ പാടായിട്ട് ചെയ്യട്ടെ. മനസ്സിലായോ? അവരെന്തോ ചെയ്യട്ടെ, നമുക്കിതൊന്നും ഒരു മാറ്റർ അല്ല, അവർ പിടിക്കുകയോ വലിക്കുകയോ ഉമ്മ വയ്ക്കുകയോ എന്തോ ചെയ്യട്ടെ എന്നൊരു മാനസിക സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് അവിടെയുള്ള കണ്ടസ്റ്റന്റുകൾ മാറിയിട്ടുണ്ട്. അവർ ഡയറക്റ്റ് ഒന്നും ഇപ്പൊ ചോദിക്കാൻ പോകുന്നില്ല. പണ്ടൊക്കെ പറയുന്നത് നമുക്കിത് അരോചകമാണ്, നമ്മളെ ഫ്രണ്ടിൽ ഇരുന്ന് നീക്ക് എന്തിനും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണം, നമുക്കിതൊരു അരോചകമാണ്, നിങ്ങളുടെ റൂമിലോ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് ചെയ്തോ എന്ന് പറയുന്ന അവിടുത്തെ മത്സരാർത്ഥികൾ ഇപ്പോൾ അവർക്കതൊരു മൈൻഡില്ല. അവരെന്തോ ആയിക്കട്ടെ, അവരങ്ങനെ തന്നെയാണ്. നമ്മളിനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. അവരവരുടെ അഴിഞ്ഞാട്ടം നടക്കും. അവർക്ക് ലൈസൻസ് ആണ്, അവർക്ക് രണ്ടുപേർക്കും പിന്നെ ഇഷ്ടമാണ്, മറ്റതാണ്. അവരുടെ കാര്യത്തിൽ നമ്മൾ എന്തിന് ഇടപെടുന്നു എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് അവിടെയുള്ള കണ്ടസ്റ്റന്റുകൾ പോയിട്ടുണ്ട്. ഇവിടെ ജബ്രി കോംബോകളുടെ ഈ പറയുന്ന സ്പേസ്, അല്ലെങ്കിൽ അവരെ മാത്രം എപ്പോഴും ഈ പറയുന്ന ഏഷ്യാനെറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പ്രേക്ഷകർക്ക് ഇത് വലിയൊരു ഇറിറ്റേഷൻ ആണ് അല്ലേ. പ്രേക്ഷകർ ഇവിടെ ഇരുന്ന് സത്യം പറഞ്ഞ ഈ കോംബോ കാണുമ്പോൾ പ്രേക്ഷകർ തള്ളക്കി വിളിക്കുന്നു. ഇതെന്താ TV തുറന്നാൽ ഇവരെ മാത്രമേ കാണിക്കാനുള്ളൂ, ഇത് കണ്ട് മടുത്ത് ഇവളെ എന്തിനകത്തിരിക്കും, ഇവരെയൊക്കെ പറഞ്ഞു വിടൂ എന്നുള്ള കമന്റുകളും എന്നുള്ള വീഡിയോസും മുൻകാല പിന്നെ ഈ പറയുന്ന കണ്ടസ്റ്റന്റ്, ഇവിടെ നിന്ന് പുറത്തായ കണ്ടസ്റ്റന്റ് വരെ പറയുന്നുണ്ട് അല്ലേ. മറ്റേ കോമണറായിട്ട് വന്ന
പേര് പറഞ്ഞത്. അവള് പറഞ്ഞത് കണ്ടോ 3/4 മണിക്കൂർ ഇവരുടെ കോംബോ തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ വേറെ ഒരു സംഭവം ഈ പറയുന്നത് ഇവരുടെ ഇതല്ലാതെ ഇവരുടെ ഈ കോംബോ അല്ല വേറെ ഒരു പിന്നെ എന്താ പറയുന്നത് നല്ല ഒരു കണ്ടന്റ് അവിടെ വരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഇവരുടെ കണ്ടന്റ് കാണുക അല്ലെങ്കിൽ ഇവരുടെ കോംബോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരോചകം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട്. അത് ആ ഒരു ഇറിറ്റേഷൻ അവരുടെ വെറുപ്പ് അതെല്ലാം പ്രേക്ഷകർ ഇങ്ങനെ കമന്റുകളായിട്ടും പലതുമായിട്ടും പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ രതീഷ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ കോംബോ കാണിക്കുകയും ചെയ്യാം, രതീഷ് ഇവരെ ഒപ്പോസ് ചെയ്യും. മനസ്സിലായി? ഈ പറയുന്ന ജബ്രി കോംബോകളെ എന്ത് ചെയ്യും, രതീഷ് കയറി ഫൈറ്റ് ചെയ്യും. രതീഷ് അങ്ങോട്ട് എന്ത് ചെയ്യും, ഇവരെ ചോദ്യം ചെയ്യും. ഇവരുടെ ഈ ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം രതീഷ് ചോദ്യം ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ആണല്ലോ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതായത് പ്രേക്ഷകർക്ക് ഇപ്പൊ ഇഷ്ടം എന്താണ്, പ്രേക്ഷകർ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ജബ്രി കോംബുകളെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അടിച്ചിരുത്താൻ വേണ്ടി ഒരാൾ വേണം എന്നുള്ളതാണ്. അല്ലെ, അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഒരാൾ വേണം എന്നുള്ളതാണ്. അതായത് ഉറപ്പായിട്ടും എനിക്കറിയാം ഈ പറയുന്ന റീ എൻട്രിക്ക് വേണ്ടിയിട്ട് രതീഷിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ഗെയിം പ്ലാൻ എന്താണ് എന്നുള്ളത്. ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല, നിങ്ങളിപ്പോ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തില്ല. നിങ്ങളുടെ ഗെയിം പ്ലാൻ എന്താണ്, നിങ്ങൾ അവിടെ ഇപ്പൊ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും രതീഷ് പറഞ്ഞ ഇങ്ങനെ തന്നെയായിരിക്കും. ആ പറയുന്ന ജബ്രി കോംബുകളെ ഞാൻ പൊളിച്ചിരിക്കും, പൊളിച്ചടുക്കിയിരിക്കും എന്ന് തന്നെയാവും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് വരും. മനസ്സിലായി? ഈ പറയുന്ന വെറുപ്പില് കണ്ടോണ്ട്, അതായത് ഇവരെ ഈ വെറുപ്പിൽ നമ്മൾ കണ്ട് ചോദിക്കാൻ ഒരാൾ പോലും, ഈ പേരിന് പോലും ഒരാൾ പോലും ഇല്ലല്ലോ എന്നുള്ള ഒരു ആവലാതി, ഒരു പരിഭവം, ഒരു വിഷമം പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ കടന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അതിന് മരുന്നായിട്ട്, അതിനൊരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ആരെ കൊണ്ടുവരുന്നത്, രതീഷിനെ കൊണ്ടുവരുന്നത്. രതീഷ് അവിടെ വന്ന് എന്ത് ചെയ്യും, ഈ പറയുന്ന കോംബയ്ക്കെതിരെ ആഞ്ഞടിക്കും. അത് ചിലപ്പോൾ രതീഷ് ഈ ബാവിട്ട വാക്കുകൾ പറയാം, രതീഷ് ചിലപ്പോൾ നെഗറ്റീവാ, രതീഷ് ചിലപ്പോൾ വീണ്ടും പുറത്തു പോവാം. ഇതൊക്കെ സംഭവിക്കാം. ഇതൊന്നും അവർക്ക് ഈ പറയുന്ന ഷോ ഡയറക്ട് ചെയ്യുന്ന അവർക്കൊരു മാറ്ററേ അല്ല. മനസ്സിലായോ? അവർക്ക് TRP കിട്ടണം. ഈ പറയുന്ന ഇപ്പോഴുള്ള വെറുപ്പ്, ഈ പറയുന്ന നമ്മുടെ ഈ എപ്പിസോഡുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പ്, ഈ ജബ്രി കോംബോകളുടെ ഈ പറയുന്ന ലീലകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പൊന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി അത് ആദ്യം ചെയ്തോണ്ടുന്ന ആരാണ്, സിബിനാണ്. സിബിനെ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ, സിബിൻ എങ്ങനെയാണ് പുറത്തായിരുന്നത്, അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്, ഈ രതീഷ് വരുന്നത്. മനസ്സിലായോ? ഇനി രതീഷ് വന്നതിന് ശേഷം മറ്റു പലതും കൂടി സംഭവിക്കും. മറ്റൊന്നറിയുമോ, രതീഷ് വന്ന് ഈ പറയുന്ന ജിൻഡയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ടോപ്പ് 5 സ്ഥാനം പിടിക്കാൻ പറ്റും. ആർക്ക്? രതീഷിന് ടോപ്പ് 5 എത്തിച്ചേരാൻ വളരെ വലിയ ചാൻസ് ആണ്. കാരണം ഒബ്വിയസ്ലി ഈ പറയുന്ന നമ്മുടെ ഈ ജബ്രി കോംബോകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷക പിന്തുണ വരും. അവിടെ എന്ത് ചെയ്യും, രതീഷിന് വോട്ട് വരും. അപ്പോൾ രതീഷ് ടോപ്പ് 5 വരും. അങ്ങനെ രതീഷ് ടോപ്പ് 5 വരുമ്പോൾ അവിടെ ഒരാളുടെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ടോപ്പ് 5 എത്തപ്പെടേണ്ട ഇപ്പോൾ നിലവിലുള്ള ഒരാളുടെ സ്ഥാനം അവിടെ നഷ്ടപ്പെടും. ആ സ്ഥാനത്തേക്ക് ആരിടിച്ചു കയറും, ഈ പറയുന്ന രതീഷ് ഇടിച്ചു കയറും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അവൻ വരുന്നത് ഉറപ്പായിട്ടും ജിൻഡോയുടെ കൂടെ നിന്നുകൊണ്ട് റെൻഡോ എന്ന് പറയുന്ന എന്തോ ഒരു ഇതല്ലേ, ആ ഒരു കോംബോയിലൂടെ എന്ത് ചെയ്യാം, ടാർഗറ്റ് മറ്റാരുമല്ല ജബ്രികളാണ്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.